ഓണക്കാലത്തും പാലക്കാട് കല്ലഞ്ചിറ കൈത്തറി ഗ്രാമത്തിലേക്കുള്ള ആളുകളുടെ ഒഴുക്കിന് യാതൊരു കുറവുമില്ലായിരുന്നു. ജൻസിയുടെയും റീൽസിന്റെയും ആഘോഷകാലത്തും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കല്ലഞ്ചിറ മലയാളികളുടെ ഇഷ്ടകേന്ദ്രമാണ്. ഓണക്കാലത്ത് പൂക്കളവും സദ്യയുമൊക്കെ പോലെ പ്രധാനമാണ് ഓണക്കോടിയും. അത്തരത്തിൽ ഓണക്കാലത്ത് ഇത്തവണയും ഏറെ തിരക്കിലായിരുന്നു പാലക്കാട് കല്ലഞ്ചിറ കൈത്തറി ഗ്രാമം. പാലക്കാട് പെരുവെമ്പിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നെയ്ത്ത് ഗ്രാമമാണ് കല്ലഞ്ചിറ. പണ്ട് വസ്ത്രം നെയ്യുന്നതിനായി കർണാടകയിൽ നിന്നും രാജാക്കന്മാർ ക്ഷണിച്ചുകൊണ്ടുവന്നവരുടെ പിൻതലമുറക്കാരാണ് ഇന്നും കല്ലഞ്ചിറയുടെ കൈത്തറി പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നത്. കല്ലഞ്ചിറയിലെത്തിയാൽ റോഡിന് ഇരുവശത്തും കൈത്തറി വിൽപ്പനശാലകളാണ്. ചെവിയോർത്താൽ കടകൾക്ക് പിന്നിലെ വീടുകളിൽ നിന്നും തറികളുടെ താളത്തിലുള്ള ശബ്ദവും കേൾക്കാം. ഓണക്കാലമായാൽ വലിയ തിരക്കാണിവിടെ. പാരമ്പര്യത്തിന്റെ ഇഴയെടുപ്പവും വ്യത്യസ്തമായ കൈത്തറി ഉൽപ്പന്നങ്ങളും തേടി നിരവധി പേരാണ് കല്ലഞ്ചിറയിലേക്ക് എത്തുന്നത്. നേരത്തെ പാലക്കാടും പരിസര പ്രദേശങ്ങളിലുമുള്ളവരായിരുന്നു കല്ലഞ്ചിറയുടെ കസ്റ്റമേഴ്സ് എങ്കിൽ ഇന്ന് തിരുവനന്തപുരം, കൊല്ലം തുടങ്ങി മുഴുവൻ ജില്ലകളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്ന് കല്ലഞ്ചിറയിലെ പാരമ്പര്യ കൈത്തറി തുണി വ്യാപാരി ഗണേശൻ പറഞ്ഞു. ഓണ കളക്ഷൻ ഫുള്ളായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള സാരീസൊക്കെ ഇവിടെ ഫുൾ സ്റ്റോക്ക് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എപ്പോൾ ഹോൾസെയിൽ ആയാലും റീറ്റെയിൽ ആയാലും ഏത് വേണമെങ്കിലും ഇവിടെ പർച്ചേസ് ചെയ്യാം. ഇവിടെ നെയ്ത്തറി ഗ്രാമമാണിത്. അപ്പോൾ അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാം. ഓർഡർ പ്രകാരം നമ്മളിവിടെ അതേപോലെ തന്നെ സൈഡിൽ സ്റ്റിക്കറിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്കും, മുണ്ടിൽ വർക്കും, അതേപോലെ യൂണിഫോം ഓർഡർ, യൂണിഫോം സാരി, യൂണിഫോം സെറ്റ് മുണ്ടുകൾ, ചുരിദാർ മെറ്റീരിയൽ ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഡ്രസ് കോഡായിട്ട് എല്ലാം അവൈലബിൾ ആണ്. ഏത് വേണമെങ്കിലും കൈത്തറി തന്നെ ചെയ്ത് കൊടുക്കും. ഓൺലൈൻ വഴിയും വിൽപ്പന വർദ്ധിച്ചിരിക്കുകയാണ്. ഓണവിപണിയിൽ മുണ്ടിൽ ജക്കാർഡ് ഡിസൈൻ ഡബിളിനാണത്രേ ആവശ്യക്കാരേറെ. സാരിയിൽ പ്ലെയിൻ കസവിനും മൈക്രോ ചെക്കിനും ജക്കാർഡ് പുട്ടാസാരിക്കുമൊക്കെ ആവശ്യക്കാർ ഏറെയുണ്ട്. കസവ് മുണ്ടിനും സാരിക്കും 1800 രൂപ മുതൽ വില ആരംഭിക്കുന്നു. സാരിയിൽ 15,000-ഉം 20,000-ഉം കടന്നു മുന്നോട്ടു പോകുന്ന ഡിസൈനുകളും ലഭ്യമാണ്. പ്രദേശത്തെ നെയ്ത്തുകാരെയും തറയിൽ അവർ വസ്ത്രം നെയ്യുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനും ഗണേശൻ മടിക്കാറില്ല. ഒരു കാലത്ത് 1000-ലേറെ നെയ്ത്തു തൊഴിലാളികളും നിരവധി തറികളും സജീവമായിരുന്ന പ്രദേശമായിരുന്നു കല്ലഞ്ചിറ. എന്നാൽ ഇന്ന് 100-ൽ താഴെ തൊഴിലാളികൾ മാത്രമാണ് തറികളിൽ ജോലി ചെയ്യുന്നതെന്നാണ് നെയ്ത്തു തൊഴിലാളികൾ പറയുന്നത്. പുതിയ തലമുറ ഈ തൊഴിലിലേക്ക് എത്താത്തതാണ് പ്രധാന വെല്ലുവിളി. മറ്റൊരു തൊഴിൽ അറിയാത്തതിനാൽ നെയ്ത്ത് ഉപേക്ഷിക്കാനും കഴിയുന്നില്ല എന്ന് തൊഴിലാളി ഗുരുവായൂരപ്പൻ പറഞ്ഞു. തൊഴിൽ ആളില്ല, അതാണ് മെയിൻ പ്രോബ്ലം. ഒന്നാമത് കൂലിയും പോരാ. അതായത് 500 രൂപ സമ്പാദിക്കാൻ 2 പേര് പാടുപെടണം. ഈ സാധനം ഒരാൾ ഉണ്ടാക്കണം, ഒരാൾ ചുറ്റി കൊടുക്കണം, ഒരാൾ നെയ്യുമ്പോൾ അങ്ങനെ 500 രൂപ സമ്പാദിക്കാൻ 2 ആൾ പാടുപെടണം. ഇതൊക്കെയാണ് സംഭവം. ഓണത്തിന് എങ്ങനെയുണ്ട്? ഓണത്തിന് കുഴപ്പമില്ല. നമ്മളിപ്പോൾ സൊസൈറ്റി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എല്ലാ ബെനിഫിറ്റും അവിടെ കിട്ടും. സൊസൈറ്റി ഇല്ലാതെ കുറേ കാലമാണ്. 2 പേർ ചേർന്ന് ഏകദേശം 2 ദിവസം അധ്വാനിച്ചാണ് ഒരു സാരി പൂർത്തിയാക്കുന്നത്. വലിയ അധ്വാനം ആവശ്യമുള്ള ജോലിയാണെങ്കിലും അതിനനുസരിച്ചുള്ള വരുമാനം ലഭിക്കുന്നില്ല എന്നും തൊഴിലാളികൾ പരിതപിച്ചു. നെയ്ത്ത് തൊഴിലാളികൾക്കായി നേരത്തെ പ്രവർത്തിച്ചിരുന്ന ഒരു സൊസൈറ്റി ഇപ്പോൾ അടച്ചുപൂട്ടിയ നിലയിലാണ്. അത്തരമൊരു സംവിധാനം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചാൽ തൊഴിലാളികൾക്ക് കൂടുതൽ സഹായകരമാകുമെന്നാണ് നെയ്ത്തുകാരുടെ പ്രതീക്ഷ. ഓണവിപണിയിൽ കല്ലഞ്ചിറയുടെ കൈത്തറിക്ക് ആവശ്യക്കാർ ഏറെയുണ്ടെങ്കിലും ഈ പാരമ്പര്യം അടുത്ത തലമുറയിലേക്കും കൈമാറണമെങ്കിൽ കൂടുതൽ പിന്തുണയും ഇടപെടലുകളും വേണമെന്നാണ് നെയ്ത്തുകാരുടെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.